വീഡിയോ കഴിയുന്ന എല്ലാവരും അവസാനം വരെ കാണണം. അവസാനം വരെ കണ്ടതിന് ശേഷം നമ്മുടെ പൊങ്കാലയിടുന്ന ചേട്ടന്മാര് പൊങ്കാലകളൊക്കെ സമർപ്പിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്കും 2 കുഞ്ഞുമക്കൾക്കും വേണ്ടി ശക്തമായി എന്റെ പല വീഡിയോകളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ഫാദർ ബോബി ചേരിയലിനെതിരെ എന്റെ ശക്തമായ പ്രതികരണം എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പറയും. അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി കേട്ടോ. കാരണം ഞാൻ ഈ പൊങ്കാലകളെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. പക്ഷെ ചില അണ്ണന്മാരുടെ വിചാരം അവര് നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ നിൽക്കുന്നില്ല, നേരെ വന്നുകൊണ്ട് ചേച്ചിക്ക് എന്താ അച്ഛനോട് വല്ല വൈരാഗ്യമുണ്ടോ, ഇപ്പൊ അങ്ങനെ ആ ഒരു നിലയ്ക്കൊക്കെ. കാരണം അച്ഛൻ എന്റെ അമ്മയുടെ അനിത്യയുടെ ഞാൻ വരൊന്നും പറയുന്നില്ല കേട്ടോ. ഈ ജാതി എനിക്ക് എന്തെങ്കിലും പരിചയമോ ബന്ധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ജാതി അലവലാതിത്തരം ഏത് അച്ഛൻ കാണിച്ചാലും മുഖത്തോക്കി പറയാനും പ്രവർത്തിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലായിരിക്കുക. അത് ഏത് അച്ഛനാണെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, എവിടെ എന്തൊരു പ്രശ്നം വരുമ്പോഴും ആരെങ്കിലും പേരിൽ ആരോപണം വരുമ്പോ നമ്മൾ എന്താ ചെയ്യാറ്? ടീച്ചർമാരെ പോലീസുകാരെ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻഷൻ, ഡിസ്മിസൽ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛനും അങ്ങനെ ചെയ്യാലോ. അച്ഛന് നമുക്ക് മാറ്റി നിർത്തി സഭയിൽ നിന്ന് അച്ഛൻ കുറച്ചുനാൾ റെസ്റ്റ് എടുത്ത് കുറച്ചുനാൾ അച്ഛൻ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറയാലോ. എന്നിട്ട് അച്ഛൻ ഇതൊക്കെ ഒന്ന് നേരിടട്ടെ. അതിനു പകരം ഒളിച്ചും പാത്തും എവിടെ ഇരിക്കണമെന്ന് ആർക്കും അറിയത്തില്ല. കാരണം അച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അച്ഛൻ എവിടെ പൊങ്ങിന്ന് ഒരാൾക്കും ഒരു അറിവില്ല. അച്ഛനെയും മാറ്റി നിർത്തി സഭയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താലോ. അച്ഛന് പേരിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അച്ഛനെ അങ്ങോട്ട് ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാന്നേ. അതിനുള്ള കഴിവൊക്കെ ഉള്ള അച്ഛനാണെന്നൊക്കെയാണ് പറയുന്നത്. അച്ഛൻ വലിയ വക്കീലാണ്, സോഷ്യൽ വർക്കറാണ്, അങ്ങനെ ഭയങ്കര 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 ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള അച്ഛനാണ്. അപ്പൊ ആദ്യം വന്ന ആരോപണങ്ങൾക്ക് അച്ഛൻ മറുപടി പറയട്ടെ. എന്തുകൊണ്ടാണ് അച്ഛൻ പ്രതികരിക്കാത്തത്? സ്വന്തം അനിയന്റെ ഭാര്യയും മക്കളും മരിച്ചിട്ട് എന്തുകൊണ്ടാണ് അച്ഛൻ അവരുടെ ആ കുഴിമാടത്തിൽ നാട്ടിൽ വന്നിട്ട് പോലും ഒന്ന് വന്ന് ഒരു പ്രാർത്ഥന ചെല്ലാത്തത്? അപ്പൊ അതിലൊക്കെ നമുക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ അച്ഛൻ ഇങ്ങനെ മാറിയിരിക്കോ, ഇങ്ങനെ ഒളിച്ചിരിക്കോ? അത് തന്നെയാണ് വീണ്ടും ഞാൻ ചോദിക്കുന്നത്. എന്റെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശക്തമായി ഞാൻ ചോദിക്കുവാണ്. അപ്പോ നമ്മുടെ വീഡിയോയുടെ അടിയിൽ പൊങ്കാലിടുന്ന ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കായില് നിങ്ങൾ നിങ്ങളുടെ കമന്റ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും അണ്ണന്മാരിട്ട 2-3 കമന്റ് ഇഷ്ടംപോലെ അണ്ണന്മാര് ഇതുപോലെ വന്നിരുന്ന് മെഴുകുന്നുണ്ട്. പക്ഷെ കുറച്ച് അണ്ണന്മാർക്ക് മറുപടി തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഒരു അണ്ണൻ എന്നെ അഡ്രസ് ചെയ്ത് പറയുന്നു, അലവരാതി ചേട്ടന്റെ അമ്മേനെ വിളിക്കുന്ന പേരൊന്നും എന്റെ വീഡിയോയുടെ താഴെ വന്ന് എഴുതരുത് കേട്ടോ. സോറി, നിങ്ങളുടെ അമ്മയോടാണ് ഞാൻ സോറി പറയുന്നത്. ഇതുപോലൊരു മകൻ ഉണ്ടായി പോയല്ലോ. കാരണം എന്നെ കുറിച്ച് ഒന്നറിയത്തില്ല. ഈ അണ്ണൻ നീരജ് മാത്യു എന്തോ കൂത്താടിയോ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു അണ്ണനാണ് ഈ കമന്റ് ഇട്ടത്. ഈ കമന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാട്ടോ. അപ്പൊ അലവലാതി എന്ന് ചേട്ടൻ വിളിച്ചതിൽ എനിക്ക് പ്രശ്നമില്ല. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യും അതുപോലെ അണ്ണൻ അഡ്രസ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അണ്ണന് ഒരു റീച്ച് തരാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അണ്ണന് ഒരു മറുപടി തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. അറിയത്തില്ലെങ്കിൽ ചുമ്മാ നുണ പറയാതെ. എനിക്കറിയത്തില്ല അണ്ണന്റെ അത്രയ്ക്കും കാര്യങ്ങള് ഈ അച്ഛന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഈ ഷൈനി എന്ന് പറയുന്ന സിസ്റ്റർക്കും 2 മക്കൾക്കും എന്ത് നടന്നു എന്ന്. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പോലീസുകാർ അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ പുറത്തു വരട്ടെ. അതിനു മുമ്പ് അണ്ണൻ കയറി ഇന്നാളെ തെറ്റ് ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ട് വിധിക്കാതിരിക്കുക. നിനക്കും നിനക്ക് ദൈവത്തിന്റെ ശാപം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യോ പാവണ്ട് കേട്ടോ. എനിക്ക് ശാപം കുറെ ശാപങ്ങൾ ഇതുപോലെ വരാറുണ്ട്. ഒരു പ്രശ്നമില്ല. എനിക്ക് വരുന്ന ശാപങ്ങൾ ഞാൻ ഏറ്റെടുത്ത് അണ്ണേ. അച്ഛൻ നെവർ ഹാഡ് എ റോൾ ഇൻ ദിസ്. കാരണം ഈ നീരജ് കുട്ടനോട് പറഞ്ഞിട്ടാണല്ലോ അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. അറിഞ്ഞില്ലായിരുന്നു കേട്ടോ നിങ്ങൾ അച്ഛനേക്കാളും വലിയ അച്ഛനാണെന്ന്. ഐ ഗോട്ട് പ്രൂഫ്. എന്നാ താൻ കാണിക്കടോ. തന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ താൻ കാണിക്കടോ നീരജ്. ആൻഡ് ഓൾസോ ഹൗ ഈസ് അച്ഛൻ റിലേറ്റഡ് ടു ഷൈനി സൂയിസൈഡ് വെൻ ഷീ വാസ് 9 months in her house? ആൻഡ് ഹൗ ഈസ് അച്ഛൻ റിലേറ്റഡ് ടു ഷൈനീസ് സൂയിസൈഡ്? ഇങ്ങനെയൊന്നും എഴുതി വെക്കില്ല. എന്റെ കയ്യിൽ തെളിവുണ്ട്. അച്ഛൻ എങ്ങനെയാണ് സൂയിസൈഡുമായി ബന്ധം എന്നൊക്കെ എഴുതി. അയ്യോ കുത്തും കോമിക്കെടുത്തിട്ട് ഗ്രോ സം സെൻസ് ഓസിലേഡിയം. നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്കില്ലാത്ത കോമൺ സെൻസ് ആണോ? അതെനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പൊ ഈ അണ്ണന് ഞാൻ ഒരു ചെറിയ കമന്റിന് റിപ്ലൈയും കൊടുത്തായിരുന്നു. അപ്പൊ ഇവനോട് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം പറയുന്നുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ അച്ഛന്റെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അന്ന് താൻ കൊണ്ട് തെളിവിടറോ, എന്നിട്ട് താൻ ഒരു വീഡിയോ ചെയ്ത് പറയും അച്ഛൻ ഇത്ര വലിയ പുണ്യാളനായിരുന്നു എന്ന്. അല്ലാതെ എന്റെ വീഡിയോയുടെ താഴെ വന്നിരുന്നുണ്ട് വെറുതെ ഒരു തെളിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കുറയ്ക്കാനിരിക്കരുത് എന്ന് മാത്രമാണ് അണ്ണനോടുള്ള എൻ്റെ ഒരു
ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. ഇനി വേറൊരു ഷാലു വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഇന്നലെ 2-3 കമന്റ് ഒരുമാതിരി PR കമന്റ് ഇടുന്ന പോലെ ഇരുന്ന് വെളുപ്പിക്കാനുള്ള ഒരു കമന്റ്, അതൊന്ന് വായിച്ചേക്കാം. 2-3 കമന്റ് ഉണ്ട് കേട്ടോ. നിനക്കൊന്നും ഒരു പണിയില്ലേ? വീഡിയോ ചെയ്യണ സമയത്ത് ഞാൻ വീഡിയോ തന്നെ ചെയ്യാറ്, അതിനിടയിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ പോയിന്റ്സ് വരില്ലണ്ണ. വീഡിയോ അണ്ണൻ പോലും എന്റെ വീഡിയോ കേൾക്കാൻ എന്താ കാരണം? ഞാൻ പോയിന്റ് വെച്ച് കാര്യങ്ങൾ പറയുന്ന കാരണം നന്നായി വിഷമിക്കുന്നുണ്ടല്ലേ. അച്ഛന്റെ മാത്രം മെക്കിട്ട് കയറുന്ന സമയം ഈ പാതിരിനെ ഞാൻ കണ്ടിട്ട് പോലില്ല, പിന്നെയാണ് മെക്കിട്ട് കയറുന്നത്. എന്താ സംബന്ധമായി പറയുന്നത്? ആദ്യം ഷൈനിയുടെ അപ്പനെയും അമ്മയും നിലക്കി നിർത്തി കാണിക്കുക. ഞാൻ എങ്ങനെയാ എന്റെ പൊന്നണ്ണ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ നിലക്കി നിർത്തുന്നത്? ഞാൻ എന്റെ സ്ഥലത്ത് എന്റെ വീട്ടില് വല്ലവരുടെ വീട്ടിൽ കയറി അവരെ മര്യാദ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ എടുത്ത് പിടക്കില്ലേ. അപ്പൊ ഇജാതി കാര്യങ്ങളൊന്നും പറയരുത്. അത് ഞാൻ പറയാം. നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ആ ഒരു കുറച്ച് പഠിച്ച വലിപ്പനല്ല അപ്പൻ, അയാളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഉണ്ട് ചേട്ടന് കമന്റ് ഇട്ടിട്ടും തീർന്നില്ല. എല്ലാ കമന്റും ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. യേശുക്രിസ്തു എന്താണെന്ന് അറിയാത്ത നിന്നെ പോലെ വിവരദോഷികളായ ക്രിസ്ത്യാനികളാണ് സഭയെ തകർക്കാൻ നോക്കുന്നത്. കുഴപ്പമില്ല. അച്ഛനേക്കാൾ വലിയ കുറ്റം ചെയ്തവർ. അപ്പൊ അച്ഛൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ ഷാലു വ്ളോഗ്സ് പറയുന്നില്ല. അച്ഛനേക്കാൾ വലിയ കുറ്റം ചെയ്തവർ അല്ലേ ആ സ്ത്രീയുടെ മാതാപിതാക്കൾ? ഞാൻ ഇവിടെ ആര് ഇങ്ങനെ ത്രാസിൽ വെച്ചിട്ട് ഇവര് 2 കിലോ കുറ്റം ചെയ്തു, ഇവര് 1 കിലോ കുറ്റം ചെയ്തു, ആ പരിപാടിക്കല്ല വന്നത്. ഇതെന്താ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല. ഫസ്റ്റ് ഇന്റർവ്യൂല് തന്നെ ഷൈനിയുടെ പാരന്റ്സിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂല് തന്നെ ഞാൻ വിചാരിച്ച കാര്യമാണ്, ഇതെന്ത് കൊണച്ച തന്തയാണ്, ഇയാളൊരു തന്തയാണോ? സ്വന്തം മകള് മരിച്ചിട്ട് 2-3 ദിവസം പോലായിട്ടില്ല ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിലിരുന്ന് ചിരിക്കുന്നു. ആ അമ്മയ്ക്കും ഒരു വിഷമം കണ്ടില്ല. നമുക്ക് നാട്ടുകാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവരും എന്തുമാത്രം കരഞ്ഞു. ഇപ്പോഴും ആ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ കരയാത്ത ഒരു വ്യക്തികളുണ്ടോ? അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവർക്ക് എങ്ങനെ ഇങ്ങനെ വന്നു നിന്ന് ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുന്നു? വാങ്ങിച്ച കപ്പയുടെ കണക്കും കാശും കണക്കൊക്കെ പറഞ്ഞു. അയാൾ ഒരു ശരിയായിട്ടുള്ള തന്തയാന്ന് ഞാൻ എവിടെയും പറയുന്നില്ലെന്നേ എന്ന് വെച്ചോണ്ട് ഇവരെക്കാളും നല്ലവനായും, കാരണം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് നമ്മളെ വിശ്വാസികളെയൊക്കെ നേരായ മാർഗത്തിൽ നടത്തേണ്ട ഒരു പാതിരിയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇജാതി വാർത്തകൾ വരുന്നത്? ഇയാളാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് പറയുന്നത്. അപ്പൊ അതല്ലേ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? തിരുത്താൻ ശ്രമിക്കേണ്ടത്. കാരണം അയാളാണ് കുഞ്ഞാടുകൾക്ക് വഴികാട്ടിയാകേണ്ട ഇടയൻ. അപ്പൊ അവിടെ ഇടയന് തെറ്റ് വന്ന കുഞ്ഞാടുകൾ വഴി തെറ്റിപ്പോകും. പറഞ്ഞിരിക്കും. അതിനുവേണ്ടി ഒരു ഷാലു വ്ളോഗ്സ് കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇനിയും പറയും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യം ആ കുടുംബക്കാരെ നീ പോയി ഉപദേശിക്കുക, എന്നിട്ട് അച്ഛന്മാരെയും ഇവിടെ ആരാന്നെ സഭയെ തകർക്കുന്നേ? ഇവിടെ ആരാ സഭയ്ക്കെതിരെ സംസാരിക്കുന്നേ? ഞാൻ ചോദിക്കുന്നത്, ഇതുപോലൊരു അച്ഛൻ തെറ്റ് ചെയ്തു ഇതിന്റെ പിന്നിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സഭ എന്താ വായി നോക്കി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അച്ഛനെതിരെ അനുശോചനം രേഖപ്പെടുത്തുന്ന? അവിടെ ഇവിടെയൊക്കെ ഒരു കമന്റ് കണ്ടായിരുന്നു. അത് മാത്രം മതിയോ? ഈ അച്ഛൻ ഇപ്പോ എവിടെയാണ്? സഭയിലെ ഒരു അച്ഛൻ ഇപ്പൊ എവിടെയാന്ന് സഭയിലെ ആളുകൾക്ക് അറിയത്തില്ലേ? അച്ഛൻ എവിടെയാ ഒളിച്ചിരിക്കണേന്ന് അറിയത്തില്ലേ? അപ്പൊ ഈ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഓസ്ട്രേലിയയിൽ നിന്ന് വിട്ട അച്ഛൻ സഭയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അച്ഛന്റെ പ്രതികരണം വരാത്തത്? അപ്പൊ അച്ഛനെ ആരാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അച്ഛനൊന്നും പറ്റാതെ സംരക്ഷിക്കുന്നത് ആരാണ്? അത് മാത്രം ജനങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഒരു തെറ്റ് ചെയ്യാതെ അച്ഛൻ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. പുണ്യാളനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം കാണാലോ. ഇനിയും ഇന്ന് വന്നൊരു കമന്റ് ആണ് JMJ. പേരും ഊരൊന്നും ഇവർക്ക് എങ്ങനത്തെ ആളുകൾക്ക് സ്വതവേ പേരുണ്ടാവില്ല, ഊരുണ്ടാവത്തില്ല, മുഖം ഉണ്ടാവത്തില്ല. JMJ, ചേച്ചിക്ക് ബോബി അച്ഛനോട് പേഴ്സണൽ പ്രോബ്ലം വല്ലതും ഉണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ബോബി അച്ഛനുമായിട്ട് എന്തൊക്കെ ഭയങ്കര പരിചയല്ലേ, നീ പോയി അച്ഛനോട് ചോദിക്ക് എന്നെ അറിയോന്നോ, വല്ല പേഴ്സണലായിട്ട് വല്ല പരിപാടി. ഒരു കാര്യം കേട്ടോ, അച്ഛനെ പേഴ്സണലായ പരിചയമുള്ള ആളുകളെയൊക്കെ കുറിച്ച് നമ്മൾ ആ ഒരു ടൈപ്പിലൊന്നും ഞാനില്ല. നീ പോയി ചോദിക്കും. കേസ് വേറെ വഴിക്ക് പോകുമ്പോഴും ഹസ്ബൻഡും അപ്പനും ഇതിലെ മെയിൻ കൾപ്രിറ്റ് എന്ന് നിൽക്കുമ്പോഴും ചേച്ചി അച്ഛന്റെ പുറകെ തന്നെയാണല്ലോ മോനെ. അതിന് കാരണമുണ്ട്. നമ്മള് അച്ഛന്മാരെന്നൊക്കെ പറയുമ്പോൾ നമ്മള് അയ്യോ ദൈവത്തോട് അടുത്ത് ചേർന്ന് നിന്ന് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെ നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ട വ്യക്തികൾ എന്നാണ് കേട്ടിട്ടുള്ളത്. അവര് നല്ല പണി പണിതുകൊണ്ട് ഇതുപോലെ വൃത്തികേട് കാണിക്കുമ്പോൾ എന്നും അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ പേര് ഒരു കേസിലും വരില്ല, എല്ലാം തേച്ചു മാച്ചു കളയും. അപ്പോ ഈ കേസിൽ നമ്മള് ഫസ്റ്റ്
ഫസ്റ്റ് ഡേ ഇത് സംഭവിച്ച അന്ന് മുതൽ കേൾക്കുന്നത് ഫാദർ ബോബി ചേരിയൽ എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ കുറ്റം മൊത്തം ആ കൊണഞ്ഞ കാർന്നവരുടെ മേത്തിക്ക് ഇട്ടിട്ട്, അതായത് ഷൈനിയുടെ അപ്പന്റെ മേത്തിക്ക് ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ അവർക്കും ഇതിനെ നല്ല കളി കളിച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ടും ആ വ്യക്തിക്ക് കൊടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് ചിലപ്പോൾ കുത്തുവാക്കുകളും അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതില് ഉൾപ്പെട്ട എല്ലാവർക്കും പണി കിട്ടണം. അല്ലാതെ ഒരു അപ്പന്റെയും അമ്മയുടെയും തലയിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു കെട്ടിയോന്റെ തലയിലിട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ വെള്ള ഉടുപ്പിട്ട് അച്ഛൻ ഓടിപ്പോകാൻ വേണ്ടി നമ്മൾ സമ്മതിക്കില്ല. ആ അച്ഛനും കിട്ടേണ്ടത് കിട്ടി തന്നെ പോയാൽ മതി. ഇനിയും ഉണ്ട് കുറെ കമന്റ്സുകൾ വായിക്കാനാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരൊക്കെ പൊങ്കാലിട്ടോളൂ. എനിക്ക് സൗകര്യം പോലെ എനിക്ക് നേരം കിട്ടുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര പേര് വീഡിയോയുടെ താഴെ കിടന്ന് കുറച്ചാലും എനിക്ക് പറയാനുള്ളത് പറയും, എന്തായാലും പറയുമെന്ന് പറഞ്ഞാൽ അതിന് ഒരു സംശയം വേണ്ട. ഇതിനകത്ത് കിടന്ന് കളിച്ച ഒരു മക്കളും അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഈ അച്ഛൻ തന്നെയാണ് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു എന്ന് പറയുന്നത്. കുടുംബശ്രീന്ന് പൈസ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുത്തെങ്കിൽ, അതായത് ഒരു പൈസ കൊണ്ടും സഹായിച്ചില്ല, അതിന് പകരം പറഞ്ഞത് ആ കേസുമായി മുന്നോട്ട് പോകട്ടെ, അവള് കേസ് നേരിടട്ടെ എന്നാണ്. അങ്ങനെയാണോ ഒരു പാതിരി പറയേണ്ടത്? അങ്ങനെയാണോ അതായത് ശത്രുക്കളെ സ്നേഹിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രഭാഷണം നടത്തേണ്ട അച്ഛന്മാര് പറയേണ്ടത്? ആ അച്ഛൻ അവിടെ ആ പെണ്ണിനൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ക്യാഷായിട്ട് സപ്പോർട്ട് ചെയ്യണ്ട, വേണമെങ്കിൽ പറയാൻ അവള് കുറച്ച് കിട്ടുമ്പോൾ അടയ്ക്കുന്നോ, അയാൾക്കൊന്ന് ഇടപെട്ട് അതിലൊരു ചെറിയൊരു തീരുമാനം, അവർക്കൊരു ചെറിയ സപ്പോർട്ട് ചെയ്തിരുന്നേ. അതിനു പകരം അയാളുടെ ക്രൂവൽ മൈൻഡ്, അല്ലെങ്കിൽ എങ്ങനെ അവരെ ഉപദ്രവിക്കാം, മാക്സിമം അവരെ എങ്ങനെ ഉപദ്രവിക്കാം എന്ന് തന്നെയാണ് ഇയാളൊക്കെ വിചാരിച്ചിട്ടുള്ളത്. ആ സിസ്റ്ററുടെയും ആ 2 കുഞ്ഞുമക്കളും ആ ട്രെയിനിന്റെ മുമ്പിൽ നിന്നപ്പോൾ അവരെ എന്തുമാത്രം പേടിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാനും പോകുന്നില്ല. അവരെങ്ങനെയാണ് ആ മരണത്തിലേക്ക് പോയത്, അത് ഓരോരുത്തരും ചിന്തിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഞെട്ടലും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതികരിക്കും. നീയൊക്കെ അവിടെ കിടന്ന് വന്ന് ഇഷ്ടം പോലെ അങ്ങോട്ട് എഴുതിയിട്ട് നിങ്ങളുടെയൊക്കെ വിഷമം പോട്ടെ. അപ്പൊ അച്ഛന്റെ പുറകെ തന്നെയാണെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മൾ തിരിച്ചു വരും. മക്കളെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഷെയർ ചെയ്യുക, കമന്റ് മറക്കരുത്, ലൈക്ക്, കാരണം നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തണം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.